ഹലോ, ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് കണ്ടാലോ? വേറൊന്നുമല്ല, വെറുതെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഇതാ ഞാനും മോനും ഹസ്ബൻഡും കൂടിയിട്ട് ആളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ആവേശത്തോടെ നോക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളുടെ നാട്ടിലേക്ക് നമ്മൾ കയറി. ഇതാണ് പാമ്പരുത്തി പാലം. ആളുടെ നാട് വരുന്നത് പാമ്പരുത്തിയിലാണ്. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്കുള്ള പാലം. ഇവിടെ വൈകുന്നേരമൊക്കെ നല്ല വ്യൂ ആണ് കാണാൻ. സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു ദ്വീപ് തന്നെയാണ് കേട്ടോ, പാമ്പരുത്തി ദ്വീപ്. കാണാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ. അങ്ങനെ ഓരോ കാഴ്ച കണ്ടിട്ട് ഇത് അവസാനം നമ്മൾ ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാളുടെ തറവാടാണ്. വീട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. ഹസ്ബൻഡിൻ്റെ പെങ്ങളും കുട്ടിയും അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കലാട്ടോ. ലായ്ക്ക് കുറേ സമയം അവരോടൊക്കെ സംസാരിച്ചു. എന്നെക്കാളും ഭയങ്കര ഇഷ്ടം ഇവിടെ വരാൻ ലായ്ക്കിനാണ്. കാരണം ഇവിടെ ഹസ്ബൻഡിന് പൂത്തും പ്രാവും കോഴിയും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലായ്ക്കിനോടെ ഭയങ്കര ഇഷ്ടമാണ് വരാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ വേക്കുന്നേ നടക്കേണ്ട ആവശ്യം എനിക്കില്ല. ഓനോട് ഉപ്പാൻ്റെ വേക്കുന്നേ പോയിക്കോളൂ. കാരണം ഉപ്പായി എന്ത് ചെയ്യുന്നു അതിൻ്റെ വേക്കുന്നേ പോകും. അങ്ങനെ അവിടുന്ന് നമ്മളൊരു 7:30 ആയപ്പോൾ തിരിച്ച് വിട്ടു. തിരിച്ച് നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്, സിറ്റിയിലേക്ക്. കാരണം ഇന്ന് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് എൻ്റെ കുഞ്ഞ് കസിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കേക്ക് വാങ്ങിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിട്ടു. അമ്മാനെ വിളിച്ചപ്പോൾ ആൾ ബാക്കിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പോയി ആളുടെ ഉമ്മയും നമ്മൾ വരുന്നത് അറിയാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി ബെല്ലൊക്കെ അടിച്ചപ്പോൾ ആൾ പുറത്തേക്ക് വന്നു. ആളൊന്ന് സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആമയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ കുഞ്ഞ് സെലിബ്രേഷനൊക്കെ നടത്തി ഞാനും ആമയും എല്ലാവരും കൂടി തിരിച്ചങ്ങ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.